ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലവ് സ്കൗട്ടിന്റെ 3rd എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ കരിയർ വേ എന്ന് പറയുന്ന കമ്പനി ആട്ടോ കാണിക്കുന്നത്. ഇപ്പോഴത്തെ കരിയർ വേ അല്ല, ഒരു 5 വർഷം മുൻപത്തെ കരിയർ വേ ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ നായിക അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്തെ ഒരു ഇൻസിഡന്റ് ആട്ടോ കാണിക്കുന്നത്. അന്ന് നമ്മുടെ നായികയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ കരിയർ വേയുടെ സിഇഒ ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഹൈജിൻ നമ്മുടെ നായികനോട് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാണ്ടിരുന്നിരുന്നെങ്കിൽ നമ്മുടെ സിഇഒ ഇത്രമാത്രം പ്രോബ്ലത്തിലൊന്നും പെടില്ലായിരുന്നു. ഇവരുടെ അപ്പോഴത്തെ സിഇഒ ഡിസ്മിസ് ആവാൻ കാരണം നമ്മുടെ നായികയാണെന്നാ പറയുന്നത്. ഇപ്പൊ ജിയോണും പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുക, നമ്മൾ കാരണം കുറച്ച് ആൾക്കാർ ആത്മഹത്യക്ക് ശ്രമിച്ചു, കുറച്ച് ആൾക്കാരുടെ അവരുടെ ഒരു താമസ സ്ഥലം നഷ്ടപ്പെടാൻ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ സത്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം, അതിനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പോലീസ് അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് ഈ പോലീസ് ഇവരൊരു കാര്യം അറിയിക്കുകയാണ്. അതായത് ഇവരുടെ സിഇഒയുടെ അപ്പാർട്ട്മെന്റിന്റെ മേലെ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കിം ഹൈജിനും അതുപോലെ തന്നെ ജിയുണും രണ്ടുപേരും ഷോക്ക് ആവുകയാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ സിഇഒ ഉള്ള ഒരു ഹോസ്പിറ്റൽ മോർച്ചറി ആയിരിക്കണം. ജിയോൺ ആണെങ്കിൽ ഈ മോർച്ചറിയുടെ ഏരിയയുടെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങിയിട്ടാട്ടോ നിൽക്കുന്നത്. ഈ മരിച്ചുപോയ സിഇഒയുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഒരുപാട് കരയുന്നത് ഒരു ഡോറിന്റെ ഗ്ലാസ്സിലൂടെ ഇവൾക്ക് കാണാൻ പറ്റും. അപ്പോഴേക്കും ഹൈജിൻ ഇവളുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഇവളോട് പറയാണ്, നീ കാരണമാണ് സിഇഒ മരിച്ചത്, നിനക്ക് ഏകദേശം നല്ല ധാരണയുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കാര്യമൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എന്നിട്ട് നീ അത് ഇഗ്നോർ ചെയ്തു. അപ്പോൾ ഈ സിഇഒയുടെ മരണത്തിന് നീ മാത്രമാണ് ഉത്തരവാദി എന്നാണ് ഹൈജിൻ പറയുന്നത്. ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ജിയോൺ ആണെങ്കിൽ തളർന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവൾക്കും ഒരുപാട് വിഷമമുണ്ട്. അവൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന തീരെ എക്സ്പെക്ട് ചെയ്തില്ല. ഒരു സത്യത്തിന് വേണ്ടിയിട്ട് അവൾ നിന്നതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ട്രാജഡി ആയി മാറിയത്. അങ്ങനെ ഇവൾ ഇതൊക്കെ ആലോചിച്ച് കാറിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാർ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇവള് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പൊ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്ന്. അപ്പൊ ജിയോൺ യുൻഹോനോട് പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്ക് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കാം, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ജിയോൺ അപ്പോൾ നമ്മുടെ യുൻഹാനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ജിയോൺ വല്ലപ്പോഴൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ അവിടുത്തെ ലേഡി ആണെങ്കിൽ, ആ ഷോപ്പിന്റെ ലേഡി ആണെങ്കിൽ ജിയോണിനോട് ചോദിക്കുന്നുണ്ട്, ആ സ്ഥിരം കഴിക്കാറുള്ള ടക്കബോക്കി ലെവൽ 5 തന്നെയാണോ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ജിയോൺ ആണെങ്കിൽ യുൻഹോക്കും കൂടി എന്താ വേണ്ടതെന്ന് അറിയാൻ വേണ്ടി അവനെ നോക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ടക്കബോക്കി ലെവൽ 5 ആണ് കേട്ടോ അവൾ ഓർഡർ ചെയ്യുന്നത്. ഇവളിങ്ങനെ ഓർഡർ ഒക്കെ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ യുൻഹോ തൊട്ടപ്പുറത്ത് എഴുതി വെച്ച ഒരു പേപ്പർ നോക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ലെവൽ 1, 2, 3 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവാണ്, സ്പൈസിനെസ് ആണ്. ലെവൽ 5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം സ്പൈസി ആയിരിക്കും ഈ കഴിക്കാൻ പോകുന്ന ടക്കബോക്കി. അങ്ങനെ ദേ ഫുഡൊക്കെ വന്നു കേട്ടോ. യുൻഹോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോപ്സ്റ്റിക്സ് ഒക്കെ എടുത്ത് അവന്റെ മകൾക്ക് വെച്ചു കൊടുക്കണ പോലെ തന്നെ അതൊക്കെ നിലത്ത് മുട്ടാതെ, തുമ്പ് നിലത്ത് മുട്ടാതെ പൊന്തിച്ചിട്ടൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. ജിയോൺ ആണെങ്കിൽ ഇവനെ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ മുടി അങ്ങ് കെട്ടിവെക്കുകയാണ് കേട്ടോ. ഇത്ര നേരം അഴിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ മുടി, അതങ്ങ് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് ചോപ്സ്റ്റിക്സ് കൊടുത്തിട്ട് ഓരോ ടെക്കബോക്കി ആയിട്ട് കഴിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ നല്ല സ്പീഡിലാണ് കഴിക്കുന്നത്. ജിയോൺ ഈ സ്പീഡിൽ ഇത് കഴിക്കുന്ന കണ്ടിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് തീരെ സ്പൈസി ആയിട്ട് തോന്നുന്നില്ല ഇതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജിയോൺ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഫുഡിന്റെ മുമ്പിൽ തോൽക്കാൻ പറ്റില്ല, ഇത്ര സ്പൈസി ആണെന്ന് വെച്ചിട്ട് എനിക്കിത് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നാട്ടോ പറയുന്നത്. ജിയോൺ എന്നിട്ട് യുൻഹോനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ കഴിക്കുന്നില്ലേ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇത്ര സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല എന്ന്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എന്നോട് ഇത് പറയാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് മുൻപത്തെ ഒരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ. അതായത് മുൻപ് ഒരു ദിവസം ഓഫീസിൽ വെച്ചിട്ട് ഇവനോട് പറഞ്ഞിരുന്നു, ഞാൻ അങ്ങോട്ട് പറയുന്നത് മാത്രം ചെയ്താൽ മതി, ഇങ്ങോട്ടൊന്നും പറയാനും ചോദിക്കാനും വരണ്ടാന്ന്, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അവള്. ജിയോൺ എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, ഞാൻ വാങ്ങുന്നതിന് മുൻപ് നിന്നോട് ചോദിച്ചു, നീ ഒന്നും പറഞ്ഞില്ല, അപ്പോ ഇത് കഴിക്കണോ കഴിക്കേണ്ടതെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാമെന്ന് പറയാണ്. അവൾ അവനെ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ജിയോൺ ആണെങ്കിൽ ഇതും പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ യുൻഹോ ഒരു ഗ്ലാസും അതുപോലെ തന്നെ വെള്ളത്തിന്റെ പാത്രമൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് ഇവൾക്ക് കൊടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിലും മെല്ലെ തിരിക്കുകയാണ് കേട്ടോ, ഇനിയിപ്പോ ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ജിയോൺ ടിഷ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് തിരിയുമ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ ടിഷ്യൂ അൺറോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് തിരിച്ച് പഴയ പോലെ വെക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ അങ്ങനെയും വിചാരിച്ചിട്ട്. അന്ന് ലാസ്റ്റ് ഇവളുടെ നോട്ടം കാണുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ടിഷ്യൂ കീറി എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക്. ജിയോൺ എന്നിട്ട് യുൻഹോനോട് പറയാണ്, ഞാൻ മുൻപ് നിന്നോട് ഭയങ്കര ദേഷ്യത്തില് ഹാർഷായിട്ട് പെരുമാറി, ട്രബിളിലൊന്നും ചെന്ന് കയറാതെ നീ തന്നെ നിന്നെ നോക്കിക്കോ എന്നാണ് കേട്ടോ അവള് പറയുന്നത്. എന്തായാലും നിന്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ കൊള്ളാമെന്നും ജിയോൺ പറയുന്നുണ്ട്. ജിയോൺ ഈ സ്പൈസി ടക്കബോക്കി കഴിക്കാനായിട്ട് ഇവൻ അങ്ങനെ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, എങ്കിലും പറയുന്നുണ്ട്, ഒരു കൊറിയക്കാരനായിട്ട് സ്പൈസി ടക്കബോക്കി ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും വേണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയാണ്. അങ്ങനെ നമ്മുടെ യുൻഹോ സ്പൈസി ടക്കബോക്കി ട്രൈ ചെയ്യാൻ കേട്ടോ. 1-2 പീസ് പെട്ടെന്ന് തന്നെ കഴിക്കുകയാണ്. വീണ്ടും 3ാമത്തെ പീസും കൂടി കഴിച്ചോടുകൂടി അവന് പറ്റാതെ ആയിട്ടോ.
എന്തൊക്കെ എടുത്തു കുടിക്കണമെന്ന് അവന് തന്നെ അറിയുന്നില്ല. അപ്പൊ തൊട്ടപ്പുറത്തിരുന്ന ഗ്ലാസ്സിലത്തെ കുറച്ച് വെള്ളമൊക്കെ എടുത്തു കുടിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ നായികയ്ക്ക് ആ കടയിലത്തെ ലേഡി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന കേട്ടോ. ജിയൂൺ ആണെങ്കിൽ അത് കുടിക്കാതെ ആ ഗ്ലാസ് നേരെ യുൻഹോക്ക് കൊടുക്കുകയാണ്. യുൻഹോ ആണെങ്കിൽ അത് വാങ്ങി ഒരു സിപ്പ് എടുത്തോടു കൂടി അവന്റെ സ്പൈസിനെസ് പിന്നെയും കൂടുകയാണ് കേട്ടോ. ഇത് ഭയങ്കര ഹോട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് തൊട്ടപ്പുറത്തിരുന്നിരുന്ന ഒരു ജ്യൂസിന്റെ ബോട്ടിലൊക്കെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അവൻ. ഇവന്റെ ഈ സ്പൈസിനെസ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം ഒക്കെ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജിയൂന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനില്ലേ, ജിയൂണിന് അധികം പേടിയൊന്നും ഇല്ലാത്തവൻ. ഇവന്റെ പേര് വു ജിയോൺ ഹുൺ എന്നാണ് കേട്ടോ. ഇവന്റെ വായിലാണെങ്കിൽ മിക്ക ടൈമും ഒരു ലോലിപോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇനി തൊട്ട് ഇവനെ ലോലിപോപ്പ് എന്ന് വിളിക്കാം. ഇവനെ കോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സിഒ ആണ് കേട്ടോ. അപ്പൊ സിഒ പറയുന്നുണ്ട്, നീ അവിടേക്ക് പോയിട്ടില്ലെങ്കിൽ ഇനി പോകേണ്ട ആവശ്യം കഴിഞ്ഞു എന്ന് പറയാണ്. ഈ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ. അതായത് ഇവനും നമ്മുടെ ജിയൂൺ നിന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഓടിക്കതച്ച് എത്തിയിരുന്നു. ഇവൻ എത്തിയിട്ട് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ജിയൂൺ ഇവന്റെ മേത്തേക്ക്, യുൻഹോയുടെ മേത്തേക്ക് വീണ് തളർന്നിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഇവൻ അവന്റെ ആ ഒരു ലോലിപോപ്പ് ഒക്കെ വീണ്ടും വായിലിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയൂണിനെ ആട്ടോ കാണിക്കുന്നത്. അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നിട്ട് ചെറിയ വർക്കും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഇപ്പോഴും ആ ടക്കുപോക്കി കഴിച്ചതിന്റെ സ്പൈസിനെസ് വായിന്ന് പോയിട്ടില്ല. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ എടുക്കുമ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിലും ഇന്നത്തെ ടക്കുപോക്കിക്ക് കുറച്ച് സ്പൈസിനെസ് വളരെ കൂടുതലായിരുന്നു. ഇതും പറഞ്ഞിട്ട് അവള് ബാഗ് തുറന്ന് ഒരു മിഠായി എടുക്കുകയാണ് കേട്ടോ. ഈ മിഠായി നേരത്തെ നമ്മുടെ നായകൻ അവന്റെ എരിവ് സഹിക്കാൻ പറ്റാതെ അതേ ടക്കുപോക്കി കടയിൽ നിന്ന് എടുത്തതാണ്. യുൻഹോ നേരത്തെ കൈയിട്ട് വരി കുറെ മിഠായി എടുത്തപ്പോ അതിൽ നിന്ന് ഒരെണ്ണം ഇവൾക്കും കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു മിഠായിയാണ് ഇപ്പോൾ അവള് കഴിക്കുന്നത്. ജിയൂണാണെങ്കിൽ ഈ ഒരു മിഠായി കഴിക്കുമ്പോൾ മുൻപ് ഇവന്റെ മേത്തേക്ക് തളർന്നു വീണല്ലോ, ആ ഒരു സീനൊക്കെ ഇങ്ങനെ അവൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടോ. അപ്പൊ ജിയൂണും ബാക്കിയുള്ള സ്റ്റാഫൊക്കെ ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിയൂൺ അപ്പൊ പറയുന്നുണ്ട്, സലീം ഗ്രൂപ്പിന്റെ ആ ഒരു പ്രൊജക്ട് ക്യാൻസൽ ആയി, ഞാൻ എല്ലാവരോടും സോറി പറയുന്നു, ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആവണമായിരുന്നു എന്ന് പറയാണ്. അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത് മാഡത്തിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല, അവർ കരുതി കൂട്ടി നമ്മുടെ അത് സ്റ്റോൾ ചെയ്തതാണ്, തട്ടിയെടുത്തതാണത്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇനി അടുത്തത് ഏതാ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രൊജക്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പുതിയ പ്രൊജക്ട് അല്ലെങ്കിൽ പുതിയ വർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാനിയൽ ഹോട്ടലിലേക്ക് ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഷെഫിന്റെ പ്രൊജക്ട് ആണ്. കാൻഡിഡേറ്റിനൊക്കെ ഇവർ ഓൾറെഡി സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഷെഫിന്, ആ ഒരു കാൻഡിഡേറ്റിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ജിയൂൺ അങ്ങനെ എല്ലാവർക്കും ഡ്യൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഒരാളോട് പറയുന്നുണ്ട്, അതായത് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും പെട്ടെന്ന് ഇന്ന് തന്നെ കളക്ട് ചെയ്യണമെന്ന് പറയാണ്. വേറൊരു സ്റ്റാഫിനോട് പറയുന്നുണ്ട് ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വേറെ 2 പേരോട് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും വേറൊരാളോട് കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ജിയൂൺ ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അപ്പൊ തന്നെ സ്റ്റാഫിന് എല്ലാവർക്കും മനസ്സിലായി ഇന്ന് എന്തായാലും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഹയ്യോ എന്നും പറഞ്ഞിട്ടാട്ടോ എല്ലാവരും അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ജിയൂണിന്റെ ഇന്നത്തെ ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് നമ്മുടെ സിഒയും ലോലിപോപ്പും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലോലിപോപ്പ് ആണെങ്കിൽ അപ്പൊ ശരി പിന്നെ കാണാം, എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അവനാണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ഒരു കിൻഡർ ഗാർഡനിലേക്കാണ് കേട്ടോ. ഈ കിൻഡർ ഗാർഡന്റെ പുറത്താണെങ്കിൽ നമ്മുടെ സുഹ്യോനും ഇരിക്കുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിൽ ആ 2 പിള്ളേരെയും, ബിയോളിനെയും അവളുടെ മകനെയും കൂടി പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാ. സുഹ്യോൻ എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, അച്ഛ, അതായത് കുട്ടികളുടെ അച്ഛ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഫാദർ, അവരെ വിടാൻ ടൈം ആയിട്ടില്ല, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ലോലിപോപ്പ് ആണെങ്കിൽ ആകെ കിളി പോയി ദേഷ്യം വരുവാണ് കേട്ടോ. അവൻ ചോദിക്കുകയാണ്, അച്ഛനോ ഞാനോ, എന്നെ കണ്ട് അത്ര പ്രായമൊക്കെ തോന്നുന്നുണ്ടോ, എന്റെ മുഖത്ത് ചുളിവും പാടൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല എന്നാട്ടോ നമ്മുടെ ലോലിപോപ്പ് പറയുന്നത്. അപ്പം നമ്മുടെ സുഹ്യോനാണെങ്കിൽ, അല്ല ഇനിയിപ്പോ മുഖത്ത് ചുളിവും പാടൊക്കെ വരണമെങ്കിൽ തന്നെ നിങ്ങളല്ലല്ലോ അതിന് പ്രസവിക്കുന്നേ എന്ന് പറയാണ്. എന്നിട്ട് സുഹ്യോൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളപ്പോ ആരെ കാണാനാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോ എന്റെ ഒരു ഫാമിലി മെമ്പർ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും കിൻഡർ ഗാർഡന്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ ടീച്ചർ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ സുഹ്യോൻ ആണെങ്കിൽ മിസ് പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പയ്യനാണെങ്കിൽ, അതായത് ലോലിപോപ്പ് ആണെങ്കിൽ സിസ് എന്നാണ് വിളിക്കുന്നത്, സിസ്റ്റർ എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സുഹ്യോണ് ഇവര് ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് മനസ്സിലാകുന്നത്. മിസ് പാർക്ക് ആണെങ്കിൽ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ലോലിപോപ്പിനോട് പറയുന്നുണ്ട്, അല്ല നിന്നോട് ഇവിടേക്ക് വരണ്ടെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതല്ല, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ എന്നെ നിന്റെ സിസ്റ്റർ എന്ന് വിളിക്കരുതെന്ന്, ഞാൻ നിന്റെ സിസ്റ്റർ ഇൻ ലോ ആണെന്ന് പറയാണ്. ഇവന്റെ ചേട്ടനാണെങ്കിൽ മരിച്ചുപോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോ ഈ മിസ് പാർക്ക് എന്ന് പറയുന്ന ലേഡി വിധവയാണ്. ഇവൻ സിസ്റ്റർ ഇൻ ലോ എന്ന് വിളിക്കുന്നത് ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ ഇനി പുതിയ കല്യാണാലോചന ഒന്നും വന്നില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവൻ സിസ്റ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്നിട്ട് ലോലിപോപ്പ് പറയുന്നുണ്ട്, ഇന്ന് ബർത്ത്ഡേ അല്ലേ സിസ്റ്ററിന്റെ, അതുകൊണ്ടാണ് ഞാൻ വന്നേന്നും പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ആയാൽ ഞാൻ അന്ന് തൊട്ട് പിന്നെ വരില്ല, അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചാൽ മതി എന്ന് പറയാണ്. സുഹ്യോളാണെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസ്സിലൂടെ ഇവരിങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് പിള്ളേരുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇയാളെ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ 2 പിള്ളേരും പറയുന്നുണ്ട്, ആ ചേട്ടൻ ഇവിടെ വരാറുണ്ട്, മിക്കതും മോർണിംഗ് ടൈമാണ് വരാറ് എന്ന് പറയാണ്.
അപ്പൊ സൊഹ്യൻ ചോദിക്കുന്നുണ്ട്, അല്ല അവന് മോർണിംഗ് ടൈം വരണമെങ്കിൽ ജോലിയൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പിള്ളേര് പറയുന്നുണ്ട്, അതൊന്നും അറിയില്ല, എന്തായാലും ഞങ്ങളുടെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം, എപ്പോഴും വരാറുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഇവര് മൂന്നുപേരും സംസാരിച്ചിരിക്കുന്ന ടൈമിൽ നമ്മുടെ ലോലിപോപ്പ് ആണെങ്കിൽ ഡോറ് തുറന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേ നൈറ്റ് ആയി, സ്റ്റാഫ് എല്ലാവരും ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു സ്റ്റാഫ് എഴുന്നേറ്റ് നിന്നിട്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഉടനെ അവൻ ഉണ്ടാക്കിയ ഒരു പിസ്സയുടെ പാട്ട് അവൻ പാടുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ബാക്കി എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്, കാരണം ഇതൊരു സ്ഥിരം പരിപാടിയാണ്, ഈ ഒരു ചളിയടിക്കൽ പരിപാടി. ഇത് എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റാഫും അവിടെ ഉണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഈ ഉണ്ടാക്കുന്ന ഓരോ പാട്ടുകൾ. അപ്പോഴാണ് പെപ്പറോണി പിസ്സ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നത് കേട്ടോ. നമ്മുടെ നായകനാണ്. അവനാണെങ്കിൽ ഈ സ്റ്റാഫിന് എല്ലാവർക്കും വേണ്ടിയിട്ട് പിസ്സ വാങ്ങിയിട്ട് വന്നതാണ്. ഇത്ര നേരം ഈ ചളിയടിച്ച ആളോട് യുൻഹോ പറയുന്നുണ്ട്, നിങ്ങളുടെ ടെലിപ്പതി അതെനിക്ക് കിട്ടി എന്ന് പറയാണ്. അങ്ങനെ ദേ എല്ലാവരും കൂടി പിസ്സയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് ഈ സ്റ്റാഫിൽ ഒരുത്തൻ കുറച്ച് വികൃതിയാ. അവനാണെങ്കിൽ നമ്മുടെ നായികനെ, നമ്മുടെ ജിയുണ്ണെ ഇമിറ്റേറ്റ് ചെയ്യാണ്. അതായത് അവൾ കുറച്ച് നേരത്തെ മീറ്റിംഗിൽ സംസാരിച്ച പോലെ അപ്പൊ സംസാരിക്കാൻ കേട്ടോ. നീ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യ്, നീ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യ്, അങ്ങനെ പറയുന്നതൊക്കെ അവൻ ഇമിറ്റേറ്റ് ചെയ്യാണ്. ഈ സമയത്താണ് പെട്ടെന്ന് ഡോർ ഓപ്പൺ ആയിട്ട് അവള് കയറി വരുന്നത് കേട്ടോ. ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റാഫ് ആണെങ്കിൽ നമ്മുടെ നായിക വരുന്നതൊന്നും കണ്ടിട്ടില്ല. ഇവന്റെ നേരെ ബാക്കിലായിട്ടാണ് ഡോർ. അപ്പൊ ബാക്കി എല്ലാവരും ആക്ഷനിലൂടെ നിർത്ത് എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ഇവന് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് നമ്മുടെ യുൻഹോ ഇവന്റെ വായയിലേക്ക് ഒരു സ്ലൈസ് പീസ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ പീസ സ്ലൈസ് വെച്ചോട് കൂടി ഇവൻ മെല്ലെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് തൊട്ട് പുറകില് നമ്മുടെ ജിയുൻ നിൽക്കുന്നത്. അപ്പൊ ജിയുനാണെങ്കിൽ അത്യാവശ്യം ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. ഇവൻ എന്ത് പറയണമെന്ന് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇവൻ പറയുന്നുണ്ട്, പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ട് മാഡം, കഴിച്ചു നോക്കുന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. നമ്മുടെ സിഒ ആണെങ്കിൽ എന്നിട്ട് ജിയുന്റെ ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ജിയുനോട് പറയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സെക്രട്ടറി ആണ് അവൻ, പക്ഷെ നിന്റെ എല്ലാ എംപ്ലോയീസിന്റെ കാര്യവും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഹാപ്പി സീനാണ്. ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിനക്ക് എന്താ ഉള്ളിൽ ഫീൽ ചെയ്യണം, മനസ്സിൽ എന്താ ഫീൽ ചെയ്യണേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ജിയും പറയുന്നുണ്ട്, എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കഴിക്കാം. ഫുഡ് കഴിക്കാൻ കുറച്ചു നേരം കൂടിയും വെയിറ്റ് ചെയ്യാം, ആദ്യം കംപ്ലീറ്റ് ആക്കേണ്ടത് വർക്കല്ലേ. ഈ ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നതെന്നാണ് കേട്ടോ നമ്മുടെ ജിയോൺ പറയുന്നത്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഇവര് ഷെഫ് ഹാനിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ആ ഒരു ഷെഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇറ്റലിയിലത്തെ ഒരു ഫേമസ് ആൻഡ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് സ്കൂളിൽ നിന്നാട്ടോ ഈ ഒരു ഷെഫ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള. അതുപോലെ തന്നെ അമേരിക്ക, യൂറോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലത്തെ ഒരുപാട് ഫേമസ് ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസും ഉണ്ട്. 5 വർഷം മുൻപാണ് കൊറിയയ്ക്ക് തിരിച്ചു വന്നത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് TV ഷോസിലൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ പിന്നെ TV ഷോസ് ഒന്നും ചെയ്യുന്നില്ല, TV ഷോസ് ഒക്കെ കുറഞ്ഞു. അങ്ങനെ ഈ ഒരു ഷെഫ് വർക്ക് ചെയ്യുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഈ ഷെഫിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിയുണും ഇവിടുത്തെ ഒരു മാനേജറും ചേർന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഷെഫിന്റെ ഒരേ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങേരുടെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സോസ് ഷെഫ്, അതല്ലെങ്കിൽ ഈ ഇങ്ങേരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഷെഫ്, ആ ഷെഫ് തന്നെ പുതിയ ഹോട്ടലിലും ഇങ്ങേരുടെ കൂടെ വരണം. അപ്പൊ ദേ ഇവിടെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലേഡിയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫിന്റെ അസിസ്റ്റന്റ് ഷെഫ് എന്ന് പറയുന്നത്. ആ ഷെഫിനെ പുറത്ത് നമ്മുടെ യുൻഹോ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ. അപ്പൊ നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട അതേ ഒരു അസിസ്റ്റന്റിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസിസ്റ്റന്റ് ഷെഫിനെ മാറ്റാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫിന് തീരെ താല്പര്യമില്ല. അങ്ങനെ നമ്മുടെ ജിയൂൺ അതെന്തായാലും പുതിയ ഒരു ഹോട്ടലുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അവളുടെ കാറിൽ കയറാൻ വേണ്ടി വരികയാണ് കേട്ടോ, നമ്മുടെ യുൻഹോയുടെ കൂടെ. എന്നിട്ട് നേരെ വന്ന് കാറിന്റെ ഡോറ് ഓപ്പൺ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും യുൻഹോ വന്നിട്ട് അവളുടെ കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവളോട് പറയാണ്, നേരെയാണ് പോകണ്ടേ എന്ന് പറയാണ്. അപ്പൊ നോക്കുമ്പോൾ ഇവളുടെ കാറ് കുറച്ച് ദൂരെയാണ് കിടക്കുന്നത്. ഇപ്പൊ കയറാൻ പോയത് റോങ് കാറാണ്, ഇവളുടെ കാറല്ല.